വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. SIT നേരത്തെ ജിതിനെ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യാനായി ഇന്ന് വീണ്ടും ജിതിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. വിവരങ്ങളുമായി അനഘ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. അനഘ, ഈ വടകര സ്ക്വാഡ് എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യപ്പെട്ടതും തുടർന്ന് ഈ ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. ഇപ്പോൾ ആ കേസിൽ ഇപ്പോൾ ഒരാളും കൂടി അറസ്റ്റിലായിരിക്കുകയാണല്ലേ? ഏറെ നിർണായകരമായിട്ടുള്ള ഒരു നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 2024 ഈ കേസിന് ആസ്പദമായ സംഭവം. അന്ന് 2024 ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെതിരെ ഒരു ഷാഫി പറമ്പിലിനെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ചില സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് എന്നതടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സൈബർ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കം ഫേസ്ബുക്കിലും വാട്സപ്പിലും അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റുകൾ വളരെ വ്യാപകമായി പ്രചരിച്ചത്. അന്ന് ഇത് വലിയ രീതിയിലുള്ള ഒരു വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് UDF പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇതിലാണ് പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് ഒരു അന്വേഷണം നടത്തിയത്. ഏതായാലും DYFI പ്രവർത്തകരായിട്ടുള്ള കുറച്ചു പേരെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിനെയും സമാനമായ രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വീണ്ടും ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും തുടർന്ന് പിന്നാലെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. 153A വകുപ്പ് പ്രകാരമാണ് ജിതിൻ ഭാസ്കറിനെ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വിദ്വേഷപരമായിട്ടുള്ള പരാമർശം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇദ്ദേഹത്തിനെ വകുപ്പ് ചാർത്തിയിരിക്കുന്നത്. ഏതായാലും ജിതിൻ ഭാസ്കറിനെ നിലവിൽ വടകര ജില്ലാ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി നിലവിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇദ്ദേഹത്തിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിൽ തീരുമാനമാകുക. ഏതായാലും ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു പരാമർശമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസ്. അതിലാണ് നിലവിൽ ഇപ്പോൾ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടക്കം രൂപീകരിച്ചുകൊണ്ട് തന്നെ വലിയ വ്യാപകമായ രീതിയിലുള്ള ഒരു അന്വേഷണം അടക്കം നടന്നത്. നേരത്തെ DYFI പ്രവർത്തകരായ പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. KK ലതിക അടക്കമുള്ള നേതാക്കളെയും ഇത്തരത്തിൽ SIT ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. ഏതായാലും ഈ കേസിൽ അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആദ്യത്തെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അനഘ, ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു സന്ദേശം പ്രചരിച്ചു. അത് കേന്ദ്രീകരിച്ചായിരുന്നു ഈ അന്വേഷണം. ഒടുവിലാണ് ജിതിനിലേക്ക് എത്തുന്നതും അല്ലേ? തീർച്ചയായും. അതായത് ഇതിന്റെ ഉറവിടം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെയൊക്കെ കേന്ദ്രീകരിച്ച് തന്നെ വലിയൊരു അന്വേഷണം അടക്കം നടന്നിരുന്നു. പിന്നീടാണ് ഇത് ഇടത് സൈബർ ഇടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം എത്തുന്നത്. DYFI നേതാക്കളായിട്ടുള്ള കുറച്ച് ആളുകളെ, അതായത് വടകര ബ്ലോക്ക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തകരായിട്ടുള്ള നിരവധി കുറച്ച് ആളുകളെ അടക്കം നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഈ DYFIയുടെ ബ്ലോക്കിന്റെ ചുമതലയുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഈ ജിതിൻ ഭാസ്കർ. പിന്നീട് ഇദ്ദേഹം ഈ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ അദ്ദേഹം ഈ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്നതടക്കമുള്ള ഒരു പരാമർശം, അല്ലെങ്കിൽ ഒഴിവാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് DYFI തന്നെ ഇദ്ദേഹത്തെ ഒഴിവാക്കിയതല്ല. ഇദ്ദേഹം സമ്മേളന കാലയളവിൽ ചുമതലകൾ പൂർത്തിയാക്കി, അതിനാലാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നാണ് DYFI പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പല ഘട്ടങ്ങളിലായി, അതായത് ആദ്യഘട്ടത്തിൽ ഏത് മേഖലയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എന്ന് മനസ്സിലായില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയൊരു അന്വേഷണം അടക്കം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ അതായത് സർക്കാർ മാറി, പുതിയ സർക്കാർ വന്നു, പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നു. അന്വേഷണം വീണ്ടും കുറച്ചുകൂടി ശക്തമായി തന്നെ നടന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ DYFI പ്രവർത്തകരും അറസ്റ്റിലായിരിക്കുന്നത്. ശരി, വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരാൾ അറസ്റ്റിൽ. DYFI പ്രവർത്തകൻ ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. SIT നേരത്തെ ജിതിനെ ചോദ്യം ചെയ്തിരുന്നു. അനഘയാണ് വിവരങ്ങൾ നൽകിയത്.